Hi friends, welcome back to Reflections Car Care. This is Hanson Matthews. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു 2019 മോഡൽ സ്വിഫ്റ്റ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ അതിൽ നമ്മളൊരു 3.0 ഇഞ്ച് Bi Xenon പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു സീക്വൻഷ്യൽ DRL ഇത് രണ്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഓൾറെഡി വരുന്നത് ഒരു LED ആണ്, കസ്റ്റമറായിട്ട് ഒരു LED പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മളിതിനെ ഇന്ന് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കാണാം. ഇന്ന് ഈ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലും ഒരു LED ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് കംപ്ലൈൻ്റ് ആണ്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ബാക്കിയെല്ലാം ഒരു സ്റ്റോക്ക് രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്കതിനൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിമ്മും റൈറ്റും ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ സൈഡിലാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് ആണ് ലോ ബീം വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ആ വെളിച്ചത്തിൽ കുറവ് കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ലോ ബീം വർക്ക് ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ നമുക്കതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ലോ ബീം ഹൈ ബീം കൃത്യമായിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ആദ്യമേ നമുക്കതിൻ്റെ ലോ ബീം മെഷർ ചെയ്യാം. ഇതിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 1600 ലക്സസ് ആണ് ലോ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ്. ഇത് അതിൻ്റെ ഹൈ ബീമാണ്. നമുക്ക് ഹൈ ബീം മെഷർ ചെയ്യാം. ഒരു 1700 ലക്സസ് ആണ് ഹൈ ബീമിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൽ LED ഇട്ടതിന് ശേഷമുള്ള പെർഫോമൻസ്. ഇനി നമുക്കിതിനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഹെഡ്ലൈറ്റ് ഇങ്ങ് അഴിച്ചെടുക്കാം. അതിന് ശേഷമുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഇത് അഴിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബമ്പർ താഴേക്ക് ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഹെഡ്ലൈറ്റിനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു മെൽറ്റിംഗ് ടൈപ്പ് ഗ്ലൂ വരുന്ന ഹെഡ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന സിമ്പിളായിട്ട് നമുക്കിതിനെ ഓപ്പൺ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഹീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് തുറന്നെടുക്കുകയാണ്. നമുക്കൊരു കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുള്ള സമയം അതിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സെല്ലാം സ്കിപ്പ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പിയറൻസ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്മോക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സീക്വൻഷ്യൽ DRL സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെൽക്കം ഫംഗ്ഷനോട് കൂടിയിട്ടാണ്. ആ ഒരു മൂവ് ചെയ്യുന്ന ഫംഗ്ഷൻ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ടൈപ്പാണ് നമ്മുടെ DRL ഓൺ ആവുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ടേൺ സിഗ്നൽസ് ഒരു സീക്വൻഷ്യൽ ടൈപ്പിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഷൗഡിൽ വരുന്ന DRLസും ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ ഈ വർക്കിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇതിൻ്റെ വാഹനത്തിൻ്റെ ഒരു ബ്യൂട്ടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ്. ഇതിലപ്പോൾ ആദ്യം നമ്മളുടെ ഈ ബ്യൂട്ടി ഒന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത്, വാഹനത്തിൻ്റെ അപ്പിയറൻസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് എത്രത്തോളം വന്നിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ആ HID ബൾബ് ഗ്ലോ ആയിട്ട് വരാനായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോ ആവാനായിട്ട് ഒരു 8 to 10 സെക്കൻഡ് വരെ മാക്സിമം ടൈം എടുക്കുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോ ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ള പെർഫോമൻസ്. ആദ്യം ഉണ്ടായിരുന്നത് ഒരു LED പെർഫോമൻസ് ആയിരുന്നു, അത് നമുക്ക് സൈഡിൽ കാണാം. ഇത് ഒരു ഹൈ ലോ ബീം പെർഫോമൻസ് ആണ് കാണുന്നത്. ഇതിൽ ലോ ബീമിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1600 ലക്സസ് ഉണ്ടായിരുന്നത് 4900 ലക്സസിലേക്കായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീം നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു 5000 റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഹൈ ബീം കിട്ടിയിരിക്കുന്നത്. ഇനിഷ്യലി നമുക്കൊരു 1700 ആണ് LED ഉണ്ടായിരുന്ന പെർഫോമൻസ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ചേഞ്ചാണ് നമ്മളുടെ ഹൈയിലും ലോയിലും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇത് വാഹനം റോഡിലിറക്കി ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുറമേ നിന്ന് നമ്മൾ വാഹനത്തിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടത്. ഇനി നമുക്ക് ഇതിനെ വാഹനം നമുക്ക് റോഡിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ രാത്രി ആയി കഴിയുമ്പോൾ വാഹനം ഒന്ന് ഓടിച്ച് ഇതിൻ്റെ എക്സാക്റ്റ് പെർഫോമൻസ് ചേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം.
ഇപ്പോൾ കുറച്ചുകൂടി രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഹൈ ബീമും ലോ ബീമും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഓടിച്ചു നോക്കാം. ലോ ബീമിൽ തന്നെ നല്ല പെർഫോമൻസ് ആണ് കാണുന്നത്. നല്ല രീതിയിലുള്ള ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കട്ട് ഓഫും അതിൻ്റെ വൈഡ് ആംഗിളും രണ്ട് സൈഡിലേക്കുള്ള കവറേജും എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ആസ് യൂഷ്വൽ ഇതൊരു പുതുമയല്ല, എല്ലാത്തിലും കിട്ടുന്ന പോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ റോഡിൽ ഇറക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു കുറച്ച് കൂടുതൽ, പ്രത്യേകിച്ച് കാരണമൊന്നും മനസ്സിലായില്ല. കാരണം നമ്മൾ നോർമൽ പ്രൊജക്ടർ തന്നെ H1 പ്രൊജക്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3.0 ഇഞ്ച് H1 പ്രൊജക്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷ്രൗഡിൽ മാത്രമാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെനമേര ഷ്രൗഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു BMW സ്റ്റൈൽ ഷ്രൗഡാണെന്ന് മാത്രം. പക്ഷേ അതിൽ പെർഫോമൻസിൽ ചേഞ്ച് ഒന്നും വരേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്കൊരു കുറച്ച് വെളിച്ചം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു സ്ഥിരം റൂട്ടാണ്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. കാരണം നമ്മൾ ഈ റൂട്ട് തന്നെയാണ് എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓരോ വാഹനത്തിലും വരുന്ന ചേഞ്ചസ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചേഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല വിസിബിലിറ്റിയും അതുപോലെ തന്നെ റോഡിൻ്റെ ആ കിട്ടുന്ന കട്ട് ഓഫ് ആണെങ്കിലും എതിരെ വരുന്ന വാഹനങ്ങളിലേക്കൊന്നും ഡിസ്റ്റർബൻസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ ലോബി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ അപ്ഗ്രേഡുകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യരുത്. അത് ഈ വാഹനത്തിൽ ഒരു കാരണവശാലും സംഭവിക്കുന്നില്ല. കാരണം ആ കട്ട് ഓഫ് വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹൈ ബീം ഡെഫിനറ്റ്ലി എതിരെ വരുന്ന വാഹനങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് ഡിസ്റ്റർബ് ചെയ്യും. അത് നമ്മളുടെ കൺട്രോളിൽ വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ലോ ബീമിൽ വാഹനം കൂടുതലായിട്ടും ഡ്രൈവ് ചെയ്യുക. അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ഹൈ ബീം ഉപയോഗിക്കുക. ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്. കാരണം ഇവിടെ അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വാഹനത്തിൽ വരുന്ന ഒരു ഹാലജൻ ബൾബിനേക്കാളും ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത്. അപ്പോൾ ആ രീതിയിൽ വേണം വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ വിസിബിലിറ്റി പാർട്ട് എല്ലാം നമുക്ക് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പെർഫോമൻസ് കണ്ടു, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി അപ്പിയറൻസിലുള്ള ചേഞ്ച് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിച്ചറിയിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.